സബബുകൾ നിലച്ചു പോകുന്നതും അറ്റുപോകുന്നതുമാണ് അവസാനമായി വിശദീകരിക്കുകയുണ്ടായത്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, സബബുകളുടെ ഉദ്ദേശമെന്ത് എന്നത് നമ്മൾ മനസ്സിലാക്കി. ബിഹിം എന്ന പ്രയോഗത്തിൽ ബ അർത്ഥമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ കുഫ്ർ കാരണത്താൽ എന്നും അവരെ തൊട്ട് എന്നും അവരുൾപ്പെടെ, അവരോടൊപ്പം ആ സബബുകൾ ഉണ്ടായിരിക്കെ അവരുൾപ്പെടെ അറ്റുപോകുമെന്നൊക്കെ അതിനർത്ഥം വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. ചില തഫ്സീറുകളിൽ അവസാനം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ യോജിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാ ഉൽ മുലാബസ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ സബബുകൾ അവരോടൊപ്പമുണ്ട് അന്ത്യനാളിൽ. സ്നേഹബന്ധങ്ങളായാലും കർമ്മങ്ങളായാലും കരാറുകളും ഉറപ്പുകളും ഉടമ്പടികളുമായാലും സ്ഥാനമാനങ്ങളായാലും ബന്ധങ്ങളായാലും ഒക്കെ അവരോടൊപ്പമുണ്ട്. പക്ഷേ അവരുൾപ്പെടെ അറ്റുപോവുകയും അവരൊന്നടങ്കം വീണുപോവുകയും ചെയ്യും എന്നാണ് ബാക്കി അപ്രകാരം അർത്ഥം നൽകുമ്പോൾ വരിക. കയറ് പൊട്ടി കയറുൾപ്പെടെ ആള് താഴെ വീണു, നിലം പൊത്തി നിലം പരിശായി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും ആവശ്യമായ സന്ദർഭമാണ് പരലോകകോടതി. ആ പരലോകകോടതിയിൽ ഈ സബബുകൾ അവരുടെ കൈപ്പിടിയിലുണ്ടായിട്ടും അതോടുകൂടി അവർ വീണുപോകുന്ന ദുരവസ്ഥയാണ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നത് അർത്ഥമാക്കുന്നത്. ഈ സബബുകൾ കൂടെ ഉണ്ടായിട്ടും ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം അവർ പതിതരാകുന്നു. ചില വചനങ്ങളിൽ അതവർക്ക് ശത്രുതയും വിനയുമായി മാറുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 25 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാനം മവദ്ദതം ബൈനികും ഫിൽ ഹയാത്തിദ് ദുനിയ ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا എന്നാണ്. അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വസനുകളെ, ബിംബങ്ങളെ സ്വീകരിച്ചത് മവദ്ദതം ബൈനികും ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ കാരണത്താലാണ്. സുമ്മ യൗമൽ ഖിയാമ, പിന്നീട് അന്ത്യനാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ അവിശ്വസിക്കും, നിഷേധിക്കും. വയൽഅനു ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ പഴിക്കുകയും ശപിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ബന്ധങ്ങൾ അറ്റുപോവുക മാത്രമല്ല, പഴിക്കുകയും ശപിക്കുകയും അവിശ്വസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുകയാണ്. ഏറെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ പറഞ്ഞൊഴിയുകയും അകന്നു മാറുകയും ചെയ്യുന്ന ഈ ഒരു വിഷയം. ബന്ധങ്ങൾ അറ്റുപോയി ബന്ധങ്ങളുടെ പേരിൽ പഴിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ എന്ന് മാത്രമല്ല, നേതാക്കന്മാരും അനുയായികളും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം നിൽക്കുകയും അന്യോന്യം തർക്കിക്കുകയും വാഗ്വാദത്തിലേർപ്പെടുകയും ചെയ്യുന്ന രംഗവും വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഗാഫിറിൻ്റെ 47 അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുകൂട്ടരും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൻ്റെ, ന്യായവാദത്തിൻ്റെ രംഗം വിവരിക്കുന്നുണ്ട്. വൈദി യതഹാജ്ജൂന ഫിന്നാർ, നരകത്തിയിൽ അവരന്യോന്യം ന്യായവാദം നടത്തുന്ന സന്ദർഭം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അവിടെ ന്യായവാദം പിന്തുടർന്ന ദുർബലരും പിന്തുടരപ്പെട്ട അഹംഭാവികളും വലിപ്പം നടിച്ചിരുന്നവരുമായിരിക്കും. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലകും തബഅ, വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സമയം ദുർബലർ അഹങ്കാരം നടിച്ചിരുന്നവരോട്, വലിപ്പം നടിച്ചിരുന്നവരോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായിരുന്നു. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, അതിനാൽ നരകത്തിയിൽ നിന്ന് വല്ല വിഹിതവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇതാണ് ദുർബലരുടെ ചോദ്യം. അതിനോട് അഹങ്കാരികളായിരുന്ന നേതാക്കന്മാരുടെ പ്രതികരണം, ഖാലല്ലദീന ഇസ്തക്ബറു ഇന്നാ കുല്ലും ഫീഹാ, തീർച്ചയായും നമ്മളെല്ലാവരും ആ നരകത്തിയിലാണുള്ളത്. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, അല്ലാഹു അടിയാറുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, തീർച്ച എന്നതായിരിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വചനത്തിൽ പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം അവർ വാഗ്വാദത്തിലും ന്യായവാദത്തിലും ഏർപ്പെട്ട് സംവദിക്കുന്ന, സംസാരിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല ചിത്രീകരിക്കുകയാണ്.